എന്തായാലും ഒരു വരവ് കൂടി വരേണ്ടി വരും എന്ന് പറഞ്ഞ് പോയതാണ്. അതേപോലെ വീണ്ടും എത്തിയിട്ടുണ്ട് ബീഫ് മലഹൂത്ത് ട്രൈ ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം കസാമൂല്. ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും കുറച്ച് ആളെ കൂട്ടിയിട്ടോ വന്നിട്ടുള്ളത്. സെലി ഷെയറാക്കും കുട്ടികളൊക്കെ ഉണ്ട്. ഷെയറാക്കും ഓൾറെഡി ഇവിടുത്തെ മലഹൂത്തിൻ്റെ ഫാനാണ് കേട്ടോ. സെലി പക്ഷേ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. ഞങ്ങൾ വന്നപ്പോൾ ഫാമിലി റൂമൊക്കെ ഫില്ലാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഉള്ളത് ഷെയറാക്കിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല. സംസാരിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഇവിടെ വന്ന സൂപ്പ് നമുക്ക് ഫ്രീ ആണല്ലോ. അതും അടിപൊളി ചിക്കൻ സൂപ്പ്. ഷെയറാക്ക് വെജ് സാലഡിൽ കൂടിയപ്പോൾ കുട്ടികളൊക്കെ സൂപ്പുമായിരുന്നു കേട്ടോ. സൂപ്പ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി ഞങ്ങളെല്ലാവരും ഒരു സൂപ്പ് ഫാനുകളാണ്. അങ്ങനത്തെ സൂപ്പൊക്കെ കുടിച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റാർ എത്തി, ബീഫ് മലഹൂത്ത്. അതിൽ ബീഫൊക്കെ ഉണ്ടല്ലോ, ഹൽവ കഷ്ണം പോലെ ഉണ്ട് കേട്ടോ. അത്ര നല്ല പീസുമാണ്, നല്ല സോഫ്റ്റുമാണ്. എന്തായാലും വന്നതല്ലേ വിചാരിച്ച് ബീഫ് മലഹൂത്തിൽ ഒതുക്കിയില്ല കേട്ടോ. ഞങ്ങൾ ക്രീമി അൽഫാമും ഷവായൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു ഷവായ ഫാനാണ്. പ്ലസ് ഇതിൻ്റെ ഈ മസാല ഷവായും കൂടി ആയപ്പോഴേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് ചിക്കനും. ആ ഷവായ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഓരോ പീസ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ഫുള്ള് ഞാനാട്ടോ കഴിച്ചത്. പക്ഷേ അൽഫാം സെലി തട്ടിയെടുത്തു, ക്രീമി അൽഫാം. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു ടേസ്റ്റ് നോക്കാൻ മാത്രം കുറച്ചേ കഴിച്ചുള്ളൂ. പക്ഷേ സെലിയും ഇഷയും കൂടി അത് കാലിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ കാക്കും ഷെയറാക്കും ബീഫ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഒരു രണ്ടാളും ബീഫിലും കൂടിയിട്ടുണ്ട്. ആ ഈ വീഡിയോ കാണുമ്പോൾ ഒന്നും കൂടി പോയി കഴിക്കാൻ തോന്നുന്നു. അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഷവായ മസ്റ്റ് ട്രൈ ആണേ. പിന്നെ നല്ല അടിപൊളി കസ്റ്റമറൊക്കെ ആവും. മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു എന്നൊക്കെ പറയൂലേ, ആ ഒരു അവസ്ഥയായിരുന്നു. ഈ റൈസ് കഴിക്കുമ്പോഴൊക്കെ ഞാനിതിലുള്ള മസാല എന്താണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഓരോ വറ്റും ടേസ്റ്റ് ചെയ്ത് ഏതൊക്കെ ഫ്ലേവറാണിതെന്ന് വരുന്നതെന്നൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ എൻ്റെ ഫ്രണ്ടായിരുന്നു അവിടെ നിന്ന്, എന്നോട് പോയി ചോദിച്ചു ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോയെന്ന്. അപ്പോൾ എനിക്കൊരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലെ ആ കിച്ചൺ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ. അവരെ കുറച്ച് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഓർഡർ കിട്ടിയ മലഹൂത്തൊക്കെ. അപ്പോൾ എനിക്ക് വേണ്ടി അവരെങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ഏകദേശം ഒന്ന് കാണിച്ചു. പക്ഷേ മസാല ഒരു പറഞ്ഞില്ല കേട്ടോ. സൗദിയിലെ ഫേമസ് ആയ റേദ മന്തിയിൽ വർഷങ്ങളായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള കെബീർക്കയും അബ്ദുള്ളക്കയാണ് ഇവിടുത്തെ ഷെഫ്. അവിടുത്തെ അതേ സീക്രട്ട് മസാലയാണ് അത്ര അവർ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്തായാലും സീക്രട്ട് അല്ലേ, അതവരുടെ സീക്രട്ട് ആയിട്ട് ഇരിക്കട്ടെ. പക്ഷെ അതിൻ്റെ ആ ടേസ്റ്റാണ് ഈ കിച്ചൺ വരെ എത്തിച്ചത്. റെസ്റ്റോറൻറ്റ് കിച്ചണൊക്കെ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. വളരെ കൗതുകത്തോടെ ഞാൻ നോക്കി കണ്ടത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ കുക്കറിൽ ഇങ്ങനെ കിടന്ന് വേവണോണ്ടാ തോന്നുന്നു. റൈസിലൊക്കെ നല്ലോണം മീറ്റിന്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം ആ കിച്ചണിലൊക്കെ നിന്ന് അവർ വിളമ്പുന്നതും കട്ട് ചെയ്യുന്നതും പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യുന്നതൊക്കെ കണ്ട് അങ്ങനെ നിന്നിട്ടോ. നല്ല രസമാണ് ഈ പ്രോസസ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും കുറച്ച് പാഴ്സലാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ട്. പ്രാവശ്യം ഞാൻ കാക്കുവിനോട് അതേ ഡയലോഗ് അടിച്ചു, ഒരു വരവ് കൂടി വരേണ്ടി വരും. കുന്തിപ്പുഴുള്ള കസാമോ റെസ്റ്റോറൻറ്റ് ബീഫ് മലഹൂത്തും ചിക്കൻ മലഹൂത്തും ഹൈലൈറ്റ്. ചിക്കൻ ഷവായ മസ്റ്റ് ട്രൈ.